ഇനി ഇവിടെ തൊട്ട് ഒരു ചെറിയ ചേഞ്ചസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഈ ഒരു ചെയിൻ ഇങ്ങനെ എടുക്കണം, കോർക്കാതെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൂചിയിലാക്കണം. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് സൂചിയിൽ കോർത്തെടുക്കാം. ഇങ്ങനെ കോർത്തെടുക്കണം. നമ്മൾ ആദ്യം 2 എണ്ണമാണ് വിട്ടത്. ഇനി നമുക്ക് 4 ചെയിന് വിട്ടിട്ട് വേണം ഇതുപോലെ തയ്ച്ചെടുക്കാൻ. ഞാൻ ആദ്യം 2 എണ്ണം വിട്ട്, അത് നമുക്ക് താഴെ കാണുമ്പോൾ പറയും ഗ്യാപ്പ് ഉണ്ടാകും അവിടെ. അങ്ങനെ ഈ 2 എണ്ണം വെച്ച് ഈ 28 എണ്ണം വരെ ചെയ്തിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് 2 എണ്ണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം അവസാനം. അപ്പോൾ ഇത് എളുപ്പമാണ് നിങ്ങൾക്ക് ചെയ്യാൻ. നമ്മൾ ഓർമ്മ വെച്ചാൽ മതി നമ്മൾ ആദ്യം എത്ര എണ്ണം 2, 4, 6 അങ്ങനെ എത്ര എണ്ണം വിട്ടെന്നുള്ളത്. അങ്ങനെ 28 എണ്ണം നമുക്കിതുപോലെ തന്നെ നെയ്തെടുക്കണം. എന്ന് പറഞ്ഞാൽ ഈ 2 എണ്ണം വെച്ച് 28 എണ്ണം വരെ, പിന്നെ 30, 29, 30 അതും അതുപോലെ തന്നെയാണ്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മനസ്സിലായില്ല എങ്കിൽ ഇത് പിന്നെ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റും. ഈ വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പോൾ തെറ്റൊക്കെ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടി ഞാൻ പിന്നെ അത് നിങ്ങളെ അറിയിച്ചാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് നെയ്തെടുക്കണം. പ്രത്യേകം ഇവിടെ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യത്തെ ചെയിൻ അങ്ങനെ എടുക്കണം, പിന്നെ രണ്ടാമത്തെ ചെയിൻ തൊട്ട് നമുക്ക് തയ്ച്ച് തുടങ്ങണം, കോർത്ത് തുടങ്ങണം സൂചിയിൽ. ഓക്കെ, അപ്പോൾ ഞാനിത് 6 എണ്ണമാക്കി. ഇനിയും അങ്ങനെ 28 വരെ ചെയ്തിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ചെറിയ വീഡിയോയുമായിട്ട് ഞാൻ വരും. അപ്പം ഞാനിവിടെ 28 എണ്ണം അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നെയ്തെടുത്തു. ഇനി 29, ഇത് 30, അതും കൂടി ആദ്യത്തെ 29ാമത്തേത് ഞാൻ അങ്ങനെ എടുത്തു, 30ാമത്തേത് കോർത്തെടുത്തു. ഓക്കെ, അങ്ങനെ ഇത് മൊത്തം നമ്മൾ നെയ്തെടുത്ത് കഴിഞ്ഞു. 30 ചെയിനും നമ്മളിതുപോലെ നെയ്തെടുത്തു. ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം ഈസിയാണ്. പിന്നെ ലാസ്റ്റിൽ അത് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഈസി ആയിട്ട് ചവിട്ടി ഉണ്ടാക്കാം. വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് നല്ലവണ്ണം ചവിട്ടി ഉണ്ടാക്കാം. ഇത് നമ്മളൊരു ചെയിൻ ഇങ്ങനെ വിട്ട് കൊടുത്തത് കൊണ്ട് അതിൻ്റെ സൈഡ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി കാണിക്കാം. ഓക്കെ.